നിങ്ങളെന്നല്ലല്ലോ കേരളം. നിങ്ങളെന്നല്ലല്ലോ കേരളം. കേരളത്തിലെ സ്ത്രീകൾക്ക് ഇത് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ കേരളത്തിലെ സ്ത്രീകളുടെ പ്രതിനിധികളൊന്നുമല്ല. നിങ്ങൾ കേരളത്തിലെ 7% മാത്രം വരുന്നത് ഒരു പറ്റം ആശമാരാണ്. അത് രാഷ്ട്രീയ ആശമാരാണ്. അല്ലാതെ ഈ പറയുന്ന പോലെ വെറും ആശമാരല്ല. കോൺഗ്രസിനെയും നിങ്ങളെ സമരം എപ്പോഴേ തീർന്നു പോയനെ. കാണിക്കാൻ പറ്റാതെ പോയത് നിങ്ങളുടെ 22,000 പേര് ഇരിക്കുക, പക്ഷെ ഒരാളെ പോലും കൊണ്ടുവരാൻ പറ്റുന്നില്ല. നിങ്ങളുടെ രാഷ്ട്രീയവും നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് മലയാളിക്കറിയാം. കമ്മ്യൂണിസ്റ്റ് വരുന്ന രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരുപയോഗിക്കുന്ന രാഷ്ട്രീയ ചട്ടുവങ്ങളാ നിങ്ങൾ. എന്താ സംശയമുള്ളത്? ഈ കേരളത്തിലെ ആൾക്കാർ സംശയമുള്ളത് ഇവിടെ ഇപ്പോ ഇന്ത്യ കണ്ടിട്ടുണ്ട്, കേരളം കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ചർച്ചയും ഇവരാരും നടത്തിയിട്ടില്ല. എന്റെ കമ്മ്യൂണിസ്റ്റ് നിങ്ങളോടാണ് പറയണ്ടേ? ഞാൻ കമ്മ്യൂണിസ്റ്റ് തീരുമാനിക്കണേ നിങ്ങളാണോ? നിങ്ങൾക്ക് എന്താ അധികാരം? ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്താ അധികാരം? നിങ്ങൾ എന്താ രാഷ്ട്രീയം? നിങ്ങളുടെ രാഷ്ട്രീയം കേരളത്തിന് അറിയാം, എന്റെ രാഷ്ട്രീയം കേരളത്തിൽ. അതുകൊണ്ട് നിങ്ങളുടെ കോൺഗ്രസും ലീഗും ഈ മാധ്യമങ്ങളെല്ലാം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നകളിക്കരുത്. ഞങ്ങളുടെ അവർക്ക് ഏറ്റവും കൂടുതൽ ഈ കേരളത്തില് ആരെല്ലാമാണ് നിങ്ങളുടെ കൂടെയുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, ലീഗ് ഉണ്ട്, മുഖ്യതര മാധ്യമങ്ങളുണ്ട്. അതിനപ്പുറം ആരും നിങ്ങളുടെ കൂടി ഇല്ല. ഞങ്ങളാണെന്ന് ഇന്ത്യയിൽ ആശക്കാർക്ക് ഏറ്റവും കൂടുതൽ വേതനം കൊടുത്ത ഞങ്ങളാണ്. അവരെ ഈ നിലക്ക് ഉയർത്തിയെടുത്ത ഞങ്ങളാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ സമരം നടത്തിയ ഞങ്ങളാണ്. ഇവിടെ ഡൽഹിയിൽ പോയി സമരം നടത്തിയ ഞങ്ങളാണ്. അവർക്ക് ഈ പറയുന്ന പോലെ കൂലി കൊടുക്കണം എന്ന് പറയുന്നത് ഞങ്ങളാണ്. അതെ, ഇന്നലെ നടത്തി 26,000 രൂപ ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഒറീസയിൽ സമരം നടത്തും. നിങ്ങൾ കേരളത്തിന് വെളിയിൽ പോയി സമരം നിങ്ങൾ കേരളത്തിന് വെളിയിൽ പോയാൽ 26,000-46,000 രൂപയൊക്കെ ചോദിക്കും. എന്തിന് നിങ്ങള് മാന്യമായിട്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ പഠിക്കണം. നിങ്ങൾ ഒരുപാട് കാര്യം പറയുമ്പോൾ ഒരൊറ്റ വാക്ക് ഞാൻ ഉച്ചരിച്ചിട്ടില്ല. ജനാധിപത്യ മര്യാദ വേണം. സമരക്കാരെന്നുള്ളത് എന്ത് ചെയ്യാന്നാണോ നിങ്ങൾ പറഞ്ഞതിന് മറുപടി ഞാൻ പറയുന്നത്? ഇന്ത്യയിൽ ഏറ്റവും ആശക്കാരെ ആദ്യമായിട്ട് അംഗീകരിച്ച കേരളമാണ്. LDFന്റെ ഗവൺമെന്റാണ്. 500 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച UDF ഗവൺമെന്റ് ആ പൈസ കൊടുത്തിട്ടില്ല. 7,000 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച 6,000 രൂപ വർദ്ധിപ്പിച്ച ഈ ഗവൺമെന്റാണ്. ഏർപ്പെടാൻ പാടില്ല എന്ന് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഒരു 10 പൈസ കൊടുക്കാതെ 62 വയസ്സിൽ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. യാതൊരു ആനുകൂല്യമില്ലാതെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിൽ വേറെ ഏത് സംസ്ഥാനത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കളവ് മാത്രമാണ് ആശ്രയം. കേരള നിയമസഭയില് മറ്റ് ജോലി എടുക്കുന്ന ആശമാരുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട് ആരോഗ്യമന്ത്രി. നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് രാഷ്ട്രീയ തീവ്രവാദി കണ്ണു കാണുന്നില്ലല്ലോ. ആരോഗ്യമന്ത്രി പണിയെടുക്കുന്ന ഓർഡർ എടുത്ത് നോക്കണം കേട്ടോ. സംസ്ഥാന സർക്കാർ ചെറുതല്ലേ? സംസ്ഥാന ഓർഡർ